USCIS എന്നത് അമേരിക്കയിലെ പൗരത്വത്തിനും കുടിയേറ്റത്തിനും വേണ്ടിയുള്ള ഒരു ഏജൻസിയാണ്. അവർ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. H-1B പോലുള്ള എംപ്ലോയ്മെന്റ് വിസകളിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. വിസ നിയമങ്ങൾ തെറ്റിച്ചാൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ജോലി വിസയിൽ വരുന്നവർ വിസയുടെ വ്യവസ്ഥകൾ പാലിക്കണം, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങണം. ഇങ്ങനെ ചെയ്യാത്തവരെ നിയമപരമായി നേരിടുമെന്ന് USCIS ഓർമ്മിപ്പിക്കുകയാണ്. 2025 ഓഗസ്റ്റ് 7-ന് USCIS അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ഈ മുന്നറിയിപ്പ് നൽകിയത്. ജോലി വിസയിൽ അമേരിക്കയിൽ എത്തുന്നവർ ജോലിക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ രാജ്യം വിട്ടുപോകാതിരിക്കുകയോ ചെയ്താൽ അത് കുടിയേറ്റ നിയമങ്ങളുടെ ലംഘനമാണ്. അവർ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഇതാണ് USCIS നൽകുന്ന മുന്നറിയിപ്പ്. ഒരു ഉദാഹരണം പറയാം. H-2A വിസയിൽ ഒരാൾ ഫ്ലോറിഡയിൽ ജോലിക്ക് എത്തേണ്ടതായിരുന്നു. എന്നാൽ അയാൾ അവിടെ എത്തിയില്ല. പിന്നീട് അയാളെ കാലിഫോർണിയയിലെ ഫ്രെസ്നോയിൽ കണ്ടെത്തി. ഈ കേസ് ICE ഏറ്റെടുത്തു. ICE സാധാരണയായി ഇത്തരം കേസുകളിൽ നാടുകടത്തൽ നടപടികളാണ് സ്വീകരിക്കാറുള്ളത്. എല്ലാ എംപ്ലോയ്മെന്റ് വിസ ഉടമകളും ഇത് ശ്രദ്ധിക്കണം. H-1B വിസയിൽ വരുന്ന ഇന്ത്യക്കാർ കൂടുതലായി ശ്രദ്ധിക്കണം. വിസയുടെ നിയമങ്ങൾ അനുസരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ലംഘിച്ചാൽ നിങ്ങളെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കും. എന്താണ് ഈ H-2A വിസ എന്ന് നോക്കാം. H-2A വിസ എന്നാൽ താൽക്കാലികമായി കൃഷിപ്പണിക്ക് വരുന്ന ആളുകൾക്കുള്ള വിസയാണ്. USCIS വെബ്സൈറ്റ് പറയുന്നതനുസരിച്ച് അമേരിക്കൻ തൊഴിലുടമകൾക്ക് ചില നിബന്ധനകളോടെ വിദേശികളെ താൽക്കാലിക കൃഷിപ്പണിക്ക് കൊണ്ടുവരാൻ ഈ വിസയിലൂടെ സാധിക്കും. ഇങ്ങനെ ആളുകളെ നിയമിക്കുന്നവർ ഫോം I-129 പൂരിപ്പിച്ച് നൽകണം. H-2A വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജോലി താൽക്കാലികമായിരിക്കണം. അതുപോലെ ഈ ജോലി ചെയ്യാൻ അമേരിക്കയിൽ മതിയായ ആളുകൾ ഇല്ലെന്ന് തെളിയിക്കുകയും വേണം. H-2A തൊഴിലാളികളെ നിയമിക്കുന്നത് US പൗരന്മാരായ തൊഴിലാളികളുടെ ശമ്പളത്തെയും തൊഴിൽ സാഹചര്യങ്ങളെയും ദോഷകരമായി ബാധിക്കില്ല എന്ന് ഉറപ്പാക്കണം. അതായത് നാട്ടിലുള്ളവരുടെ തൊഴിലിന് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്നാണ് USCIS വെബ്സൈറ്റിൽ H-2A വിസയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സാധാരണയായി H-2A വിസയുടെ കാലാവധി താൽക്കാലിക തൊഴിൽ സർട്ടിഫിക്കറ്റിൽ പറയുന്ന സമയം വരെയാണ്. ഇത് 1 വർഷം വരെ നീട്ടാൻ സാധിക്കും. എന്നാൽ ഓരോ തവണയും പുതിയ ലേബർ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഈ വിസയിൽ ഒരാൾക്ക് പരമാവധി 3 വർഷം വരെ അമേരിക്കയിൽ നിൽക്കാം. 3 വർഷം കഴിഞ്ഞാൽ അയാൾ 60 ദിവസമെങ്കിലും US-ന് പുറത്ത് താമസിക്കണം. അതിനുശേഷം മാത്രമേ H-2A വിസയ്ക്ക് വീണ്ടും അപേക്ഷിക്കാൻ കഴിയൂ. USCIS വെബ്സൈറ്റിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. കുറഞ്ഞത് 60 ദിവസമെങ്കിലും US-ന് പുറത്ത് താമസിച്ചാൽ H-2A വിസയിൽ വീണ്ടും 3 വർഷം വരെ US-ൽ നിൽക്കാൻ അർഹതയുണ്ടാകും. ഇതിനായി തൊഴിലാളി US-ന് പുറത്ത് താമസിച്ചു എന്നതിന് രേഖകൾ ഹാജരാക്കണം. ഉദാഹരണത്തിന് എയർപോർട്ടിൽ നിന്നുള്ള രേഖകൾ, ടാക്സ് രേഖകൾ, വിദേശത്ത് ജോലി ചെയ്തതിന്റെ രേഖകൾ എന്നിവ നൽകാം. H-2A വിസയിൽ ജോലി ചെയ്യുന്നവരുടെ ഭാര്യയ്ക്കും 21 വയസ്സിന് താഴെയുള്ള വിവാഹം കഴിക്കാത്ത കുട്ടികൾക്കും H-4 വിസയിൽ US-ൽ വരാൻ സാധിക്കും. എന്നാൽ അവർക്ക് US-ൽ ജോലി ചെയ്യാൻ അനുവാദമില്ല. H-4 വിസയുടെ കാലാവധി കഴിയുന്നത് വരെ അവർക്ക് അവിടെ താമസിക്കാം. വിസ കിട്ടിയ ശേഷം ജോലിക്ക് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ, ജോലി ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാതിരുന്നാൽ, വിസയിൽ പറഞ്ഞിട്ടില്ലാത്ത വേറെ ജോലി ചെയ്താൽ, അനുമതിയില്ലാത്ത ജോലികളിൽ ഏർപ്പെട്ടാൽ, വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ നിയമ നടപടികൾ സ്വീകരിക്കും. H-1B വിസയിലുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. ജോലി നഷ്ടപ്പെട്ടാൽ 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് ഉണ്ട്. ഈ സമയം പുതിയ ജോലി കണ്ടെത്താനോ വിസ മാറ്റാനോ രാജ്യം വിട്ടു പോകാനോ ഉപയോഗിക്കണം. എന്നാൽ ഈ 60 ദിവസത്തിനുള്ളിൽ പോലും ചിലർക്ക് ഡിപ്പോർട്ടേഷൻ നോട്ടീസ് കിട്ടുന്നുണ്ട്. USCIS സ്റ്റാറ്റസ് ചേഞ്ച് ആപ്ലിക്കേഷനിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് നോട്ടീസ് അയക്കുന്നു എന്നാണ് ഇമിഗ്രേഷൻ ലോയേഴ്സ് പറയുന്നത്. 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് എന്നത് H-1B വിസക്കാർക്ക് ജോലി പോയാൽ പുതിയ ജോലി കിട്ടാനോ വിസ മാറ്റാനോ തിരിച്ചു പോകാനോ ഉള്ള സമയമാണ്. പക്ഷേ ഇപ്പോൾ ഈ നിയമം ദുർബലമാവുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജോലി നഷ്ടപ്പെട്ട് 60 ദിവസത്തിനുള്ളിൽ തന്നെ ഡിപ്പോർട്ടേഷൻ നോട്ടീസ് കിട്ടുന്നുണ്ടെന്നാണ് പലരും പറയുന്നത്. DHS-ന് ഈ 60 ദിവസം കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതിനാൽ H-1B വിസക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണൽസ് ആണ് ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. പലരും കൃത്യമായി സ്റ്റാറ്റസ് ചേഞ്ച് ആപ്ലിക്കേഷൻ നൽകിയിട്ടും നിയമപരമായ സഹായം തേടിയിട്ടും ഡിപ്പോർട്ടേഷൻ നോട്ടീസ് കിട്ടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.